വയനാട്ടിലെ ബഹുനില കെട്ടിട നിർമ്മാണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ വെള്ളം ചേർക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കളക്ടറുടെ ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചതായി മന്ത്രി മഞ്ഞളാംകുഴി അലിയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. സർക്കാർ നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ പരിസ്ഥിതി സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ബഹുനില കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിന് വ്യാപകമായ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഉത്തരവ് ഇറക്കിയ രീതിയിൽ പരിഭവമുണ്ടായെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നിയന്ത്രണത്തെ സ്വാഗതം ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ മന്ത്രി മഞ്ഞളാംകുഴി അലി കളക്ടറുടെ ഉത്തരവിനെതിരെ രംഗത്തെത്തിയതിന് പിന്നിൽ സ്ഥാപിത താൽപര്യങ്ങളുണ്ടെന്നാണ് ആരോപണം. സർക്കാരിന്റെ നിലപാട് റിയൽ എസ്റ്റേറ്റ് ലോബികളെ സഹായിക്കാനാണെന്ന് CPIM ആരോപിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കളക്ടർ പ്രഖ്യാപിച്ചത് പൊതുവെ വയനാട്ടിലെ ജനങ്ങൾ സ്വാഗതം ചെയ്തതാണ്. എന്നാൽ പെട്ടെന്ന് ഗവൺമെൻറ്റിന് വേണ്ടി മന്ത്രി പറഞ്ഞിരിക്കുന്നത് തികച്ചും റിയൽ എസ്റ്റേറ്റ് ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കളക്ടറുടെ ഉത്തരവിൽ സർക്കാർ വെള്ളം ചേർത്ത് കോടതിയെ സമീപിക്കാനാണ് ജില്ലയിലെ പരിസ്ഥിതി സംഘടനകളുടെ തീരുമാനം. ഈ ഉത്തരവിനെ ലഘൂകരിക്കുകയോ റദ്ദാക്കുകയോ ചെയ്താൽ അതിനെതിരെ കോടതിയിൽ സമീപിക്കാനും ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയോ സമീപിച്ച് ഈ ഉത്തരവ് സ്ഥിരപ്പെടുത്താൻ വയനാട്ടിലെ പ്രകൃതി സംരക്ഷണ പ്രവർത്തകർ തയ്യാറാകും. വയനാട്ടിൽ ഒരു പ്രതിഷേധവും ഉയരാതിരുന്നിട്ടും നിർമ്മാണ നിയന്ത്രണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ മാസം 16-ന് തിരുവനന്തപുരത്ത് യോഗം വിളിച്ച സർക്കാർ നടപടി സംശയാസ്പദമാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. റിപ്പോർട്ടർ, വയനാട്.